എൻ്റെ മക്കളെ, ഒരൊറ്റ ഷോയിലൂടെ സമ്മർ സ്ലാമിലേക്ക് വേണ്ടിയിട്ട് 2 കിഡിലൻ മാച്ചുകളാണ് WWE കൺഫേം ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓബ ഫെമിയെ വെല്ലുവിളിച്ചുകൊണ്ട് ബ്രോക്ക് ലെസ്നർ വന്നു. ചാമ്പ്യൻഷിപ്പുകളേക്കാൾ തനിക്ക് ഏറ്റവും വലുത് ബ്രോക്ക് ലെസ്നർ ആണ് എന്നുള്ളത് ഓബ ഫെമി വിളിച്ചു പറയുകയുണ്ടായി. തനിക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ചുകളൊന്നും തന്നെ വേണ്ട, ബ്രോക്ക് ലെസ്നറിനെതിരെയുള്ള ഒരു കിഡിലൻ മാച്ചാണ് വേണ്ടത്, അതും ഹെൽ ഇൻ എ സെല്ലിനകത്ത്. വർഷങ്ങളായി കാത്തിരുന്നിട്ടുണ്ടായിരുന്ന അടുത്ത മാച്ച് വന്നു. റോമൻ റെയിൻസും സെത്ത് റോളിൻസും തമ്മിലുള്ള ഫ്യൂഡ് വീണ്ടും WWE സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. യെസ്, അതും സമ്മർ സ്ലാമിലേക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ള കിഡിലൻ കാര്യങ്ങൾ എന്നറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. വെൽക്കം ടു വീക്ക്ലി റിവ്യൂസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. റോ എപ്പിസോഡ് തുടങ്ങിയത് തന്നെ കിങ് ഓഫ് ദ റിംഗ് വിജയിച്ചിട്ടുണ്ടായിരുന്ന 2026 വിന്നറായിട്ടുണ്ടായിരുന്ന ഓബ ഫെമിയുടെ ഒരു കടന്നുവരവോടുകൂടിയായിരുന്നു. തന്റെ കിരീടവുമായി ഓബ ഫെമി റിംഗിലേക്ക് കടന്നു വരുന്നു. ഫാൻസ് മുഴുവൻ ഓബയെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് മൈക്ക് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്ന ഓബ തനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഈ ഒരു സ്വീകരണം ഒരു റൂളറിന് കൊടുക്കേണ്ട സ്വീകരണമാണ്. പക്ഷേ ഇപ്പോൾ താൻ ഒരു കിങ് ആണ്, അതുകൊണ്ട് ഇനി മുതൽ തന്നെ തരേണ്ടത് അല്ലെങ്കിൽ തന്നെ വരവേക്കേണ്ടത് ഒരു കിങ് എന്നുള്ള രീതിയിലാണ് എന്നുള്ളതെല്ലാം തന്നെ അവിടെ പറയുകയുണ്ടായി. കിങ് ഓഫ് ദ റിംഗ് എന്നുള്ള നിലയിൽ തനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട് എന്ന് ഓബ തന്നെ പറഞ്ഞു. അപ്പോഴായിരുന്നു ആരും പ്രതീക്ഷിക്കാത്ത ആ ഒരു എൻട്രി. യെസ്, ദ ബ്രോക്ക് ലെസ്നർ ബീസ്റ്റ് ഇൻകാർണേറ്റ്, ഹീസ് ഹിയർ. ഫാൻസും മുഴുവൻ വൻ ആവേശത്തിലായിരുന്നു. ബ്രോക്ക് ലെസ്നറിന്റെ കൂടെ പോൾ ഹേമാനും റിംഗിലേക്ക് കയറി വരികയുണ്ടായി. ബ്രോക്ക് റിംഗിലേക്ക് എത്തിയ ഉടനെ തന്നെ ഓബ ബ്രോക്കിനെ സൂക്ഷ്മമായി നോക്കി നിൽക്കുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. റിംഗിൽ എത്തിയിട്ടുണ്ടായിരുന്ന ബ്രോക്ക് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് താൻ സാധാരണയായിട്ട് ഈ ഒരു ഷോ ഒന്നും കാണാറില്ല, അതുകൊണ്ട് എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്ന പോൾ ഹേമാനാണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് തന്നോട് പറഞ്ഞു തരാനുള്ളത്. ഞാനൊരു കാര്യം കേട്ടല്ലോ, ഓബ ഫെമി എൻ്റെ പുറകിൽ നിന്ന് ഞാനൊരു ഭീരുവാണ് എന്ന്, എനിക്ക് ധൈര്യമില്ല എന്നുള്ളതെല്ലാം തന്നെ വിളിച്ചതായിട്ട് പോൾ ഹേമാൻ പറഞ്ഞറിഞ്ഞു. എനിക്ക് അതേപോലെ ഒന്നും സംസാരിക്കാനുള്ള വലിയ കഴിവൊന്നുമില്ല എന്നുള്ളത് എനിക്കറിയാലോ, അതുകൊണ്ടാണ് ഞാൻ പോൾ ഹേമാനെ കൂടെ നിലനിർത്തിയിരിക്കുന്നത്. എന്നിട്ട് ഓബയുടെ അടുത്തേക്ക് പോയി, വെറുതെ ഇതേപോലെ സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിന്ന് നല്ല രീതിക്ക് നിനക്ക് കിട്ടുമെന്നുള്ള രീതിയിൽ ഒരു വാണിംഗ് കൂടി ബ്രോക്ക് ലെസ്നർ കൊടുക്കുകയുണ്ടായി. എന്നാൽ ആ വാണിങ്ങോട് കൂടി തീർന്നില്ല. ഉടനെ തന്നെ ഓബ ഫെമിക്കിട്ട് ഒരു ലോ ബ്ലോ കൊടുത്തു. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ ഊഹിക്കാമല്ലോ. F5 കൂടി ചെയ്തുകൊണ്ട് റിംഗിൽ നിന്നും പുറത്തേക്ക് ബ്രോക്ക് ലെസ്നറും പോൾ ഹേമാനും കൂടി പോവുകയുണ്ടായി. അതൊരു കിടിലൻ പ്രോമോ ആയിരുന്നു എന്നുള്ളത് പോൾ ഹേമാൻ ബ്രോക്കിനോട് പറഞ്ഞു. എൻട്രൻസിന്റെ റാമ്പിൽ ഇവർ എത്തി നിൽക്കുന്ന സമയത്ത് ഓബ ഫെമി എഴുന്നേറ്റ് വന്ന് മൈക്ക് എടുത്തുകൊണ്ട് ബ്രോക്കിനെ വെല്ലുവിളിക്കുകയുണ്ടായി. നിന്റെ പുറകിൽ നിന്ന് അല്ലെങ്കിൽ നീ ഇല്ലാത്ത സമയത്ത് സംസാരിച്ചതിനെ കുറിച്ചാണല്ലോ നീ പറഞ്ഞത്, എന്നാൽ ഇപ്പോൾ ഞാൻ നിന്റെ മുൻപിൽ നേരിട്ട് നിന്നെക്കുറിച്ച് ഞാൻ പറയുകയാണ്. നീ വെറും ബിച്ചാണ്, നീ വെറും പട്ടിയാണ്. ഇനി വരാൻ വേണ്ടി പോകുന്ന സമ്മർ സ്ലാം പേപ്പർ വ്യൂവിൽ വെച്ച് താനുമായിട്ട് ഒരു 1-on-1 മാച്ചിന് വേണ്ടി ബ്രോക്ക് ലെസ്നറെ ഓബ ഫെമി വെല്ലുവിളിക്കുകയുണ്ടായി. ഇത് കേട്ട ബ്രോക്ക് ഉടനെ തന്നെ അത് ഒരു നോർമൽ മത്സരമല്ല വേണ്ടത്, മറിച്ച് ഒരു ഹെൽ ഇൻ എ സെൽ മത്സരമാണ് വേണ്ടത് എന്ന് പറയുകയുണ്ടായി. ഓബ ഫെമി അത് അക്സെപ്റ്റ് ചെയ്തു. ഈ ഒരു സെഗ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ബാക്ക് സ്റ്റേജിൽ റോ ജനറൽ മാനേജർ ആയിട്ടുള്ള ആദം പിയേഴ്സിന്റെ അടുത്ത് പോൾ ഹേമൻ വന്നുകൊണ്ട് ഇവരുടെ ഈ ഒരു മത്സരത്തെക്കുറിച്ച് വളരെ ആവേശകരമായിട്ട് സംസാരിക്കുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടിരുന്നു. ഉടനെ തന്നെ ആദം പിയേഴ്സ് ഓബയുടെ അടുത്തേക്ക് വന്ന് സമ്മർ സ്ലാമിൽ നീ എന്താണ് ബ്രോക്ക് ലെസ്നറെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നെല്ലാം തന്നെ ചോദിക്കുകയുണ്ടായി. സാധാരണ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെന്റ് വിജയിച്ചു കഴിഞ്ഞാൽ സമ്മർ സ്ലാമിൽ ടൈറ്റിൽ ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുക. അപ്പോൾ ഓബ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടൈറ്റിലുകൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, എനിക്ക് എപ്പോൾ വേണമെങ്കിലും ചാമ്പ്യൻഷിപ്പുകളുടെയും ടൈറ്റിലുകളുടെയും പുറകെ പോകാം, പക്ഷേ ഇപ്പോൾ എനിക്ക് ഇത് പേഴ്സണലാണ്, അതുകൊണ്ട് തനിക്ക് ഇപ്പോൾ വേണ്ടത് ബ്രോക്ക് ലെസ്നറെ മാത്രമാണ്, തന്റെ ഉന്നം ബ്രോക്ക് മാത്രമാണ് എന്ന് ഓബ അവിടെ പറയുകയുണ്ടായി. അതോടുകൂടി ആ ഒരു മാച്ച് ഒഫീഷ്യലി കൺഫേം ആയിരിക്കുന്നു. ഓബ ഫെമി വേഴ്സസ് ബ്രോക്ക് ലെസ്നർ അറ്റ് സമ്മർ സ്ലാം ഇൻ എ ഹെൽ ഇൻ എ സെൽ മാച്ച്. പിന്നീട് റോ എപ്പിസോഡിൽ LA നൈറ്റ് വേഴ്സസ് ജിമ്മി യൂസോ തമ്മിലുള്ള ഒരു മത്സരം നടക്കുകയുണ്ടായി. ഈ ഒരു മത്സരത്തിൽ അനൗൺസ് ടേബിളിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത് ജെ യൂസോ ആയിരുന്നു. ആ മാച്ചിന്റെ ഏറ്റവും അവസാനത്തേക്ക് എത്തിയപ്പോൾ LA നൈറ്റും ജിമ്മി യൂസോയും റിംഗ് സൈഡിലേക്ക് എത്തുകയുണ്ടായി. ജിമ്മിയുടെ മുടി പിടിച്ച് വലിച്ചതിനെ തുടർന്ന് ജെ യൂസോ റഫറിയോട് കംപ്ലൈന്റ് ചെയ്യുകയുണ്ടായി. ജിമ്മിയെ ജെയുടെ മുകളിലേക്ക് ഇടുന്ന രീതിയിൽ LA നൈറ്റ് അവിടെ കാണിച്ച് ജെ യൂസോയെ പേടിപ്പിക്കുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ LA നൈറ്റിന്റെ കയ്യിൽ നിന്നും ഒരു ബിഗ് ബൂട്ടായിരുന്നു ജെ യൂസോക്ക് കിട്ടിയത്. പിന്നീട് LA നൈറ്റ് അദ്ദേഹത്തിന്റെ ഫിനിഷർ ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് ജെ യൂസോ പുറകിൽ നിന്നും ഇന്റർഫിയർ ചെയ്തു. എന്നാൽ LA നൈറ്റ് ജെ യൂസോയെ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ജിമ്മി യൂസോ ഒരു റോളപ്പ് പിന്നിലൂടെ LA നൈറ്റിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ ആ ഒരു ശ്രമം വിജയകരമായി സാധിച്ചു. അതായത് ജിമ്മി യൂസോ ആ ഒരു മാച്ചിൽ വിജയിച്ചിരിക്കുന്നു. മാച്ച് കഴിഞ്ഞ ഉടനെ തന്നെ LA നൈറ്റ് ജിമ്മി യൂസോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എന്നാൽ ജെ യൂസോ റിംഗ് സൈഡിൽ നിന്നിട്ടുണ്ടായിരുന്നല്ലോ. ജെ യൂസോ വന്നുകൊണ്ട് LA നൈറ്റിനെ അറ്റാക്ക് ചെയ്തു, ഒരു കോർണറിലിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടു നിന്നിട്ടുണ്ടായിരുന്ന ജിമ്മി യൂസോ റിംഗ് റോപ്പിൽ കയ്യും പിടിച്ചായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അതാ വരുന്നു സോളോ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫിനിഷർ ജിമ്മി യൂസോയുടെ മേൽ ചെയ്തുകൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് കാണികളുടെ ഇടയിലൂടെ പോവുകയുണ്ടായി. ജെ യൂസോ
ഉസോക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് LA നൈറ്റ് ജെ ഉസോയെ അദ്ദേഹത്തിന്റെ ഫിനിഷർ കൂടി ചെയ്യുകയുണ്ടായി. എന്നിട്ട് സോളോയെ നോക്കി ചിരിക്കുന്ന LA നൈറ്റിനെ ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. മിക്കവാറും സോളോയുടെ ടീമിലേക്ക് LA നൈറ്റ് കൂടി ആഡ് ചെയ്യുമെന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ OTCയുടെ വരവായിരുന്നു. റോമൻ റെയിൻസിന്റെ റോമനും അദ്ദേഹത്തിന്റെ എൻഫോഴ്സർ ആയിട്ടുള്ള ജേക്കബ് ഫാറ്റും റിംഗിലേക്ക് വന്നു. റോമൻ റെയിൻസ് എല്ലാ തവണയും ചെയ്യുന്നത് പോലെ തന്നെ അക്നോളജ് ചെയ്യാൻ വേണ്ടി പറയുകയുണ്ടായി. റോമൻ ഒന്ന് സംസാരിച്ച് തുടങ്ങുകയായിരുന്നു. അതാ വരുന്നു റോമൻ റെയിൻസിന്റെ അടുത്ത എതിരാളി സെത്ത് ഫ്രീക്കിംഗ് റോളിങ്സ്. കഴിഞ്ഞ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ സെത്ത് റോളിങ്സും ബ്രോൺ ബ്രേക്കറും തമ്മിലുള്ള ഫ്യൂഡ് അവസാനിച്ചല്ലോ. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതുതായിട്ട് നല്ലൊരു ഫ്യൂഡ് റോളിങ്സിന് കിട്ടണം എന്നുള്ള രീതിയിൽ. ഒരുപാട് റൂമറുകൾ കേട്ടിട്ടുണ്ടായിരുന്നു റോമൻ റെയിൻസും സെത്ത് റോളിങ്സും തമ്മിലായിരിക്കും സമ്മർ സ്ലാമിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതെല്ലാം തന്നെ. റിംഗിലെത്തിയ ഉടനെ തന്നെ സെത്ത് റോളിങ്സ് മൈക്ക് കയ്യിലെടുത്തു. ഹലോ മൈ ബ്രദർ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അവർ ഇരുവരും കഴിഞ്ഞ 14 വർഷമായിട്ട് പരസ്പരം എങ്ങനെയൊക്കെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് സെത്ത് റോളിങ്സ് അവിടെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. റോമന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ചാമ്പ്യൻഷിപ്പ് ബെൽറ്റ് അത് തനിക്ക് അർഹതപ്പെട്ടതാണ് എന്നുള്ളതും അത് തിരിച്ചു മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നുള്ളതും അതിനുള്ള സമയമാണ് ഇപ്പോൾ ആയിരിക്കുന്നത് എന്നുള്ളതുമായിരുന്നു സെത്ത് റോളിങ്സ് അവിടെ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ റോമൻ റെയിൻസ് ചിരിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് റോളിങ്സിനോട് പറയുകയുണ്ടായി, ഈ ടൈറ്റിലിന് വേണ്ടിയിട്ടുള്ള നമ്പർ 1 കണ്ടൻഡറെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും താഴെയാണ് സെത്ത് റോളിങ്സ് ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ അടുത്തൊന്നും തന്നെ ഈ ടൈറ്റിലിന് വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നുള്ളത് നീ വിചാരിക്കുകയേ വേണ്ട. അപ്പോഴായിരുന്നു സെത്ത് റോളിങ്സിന്റെ മൈൻഡ് ഗെയിംസ് അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നീ മറ്റുള്ളവരോടെല്ലാം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്, നിനക്കുള്ള ചാൻസ് ആയിട്ടില്ല, നിനക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടില്ല എന്നുള്ളതെല്ലാം തന്നെ. പക്ഷെ എൻ്റെ അടുത്തത് നടക്കില്ല. കാരണം റോമൻ, നീ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതിനെല്ലാം തന്നെ കാരണം ഞാനാണ്. കഴിഞ്ഞ വർഷത്തെ റെസിൽമേനിയയിൽ റോമൻ റെയിൻസിന്റെ വൈസ്മാൻ ആയിട്ടുണ്ടായിരുന്ന പോൾ ഹേമനെ താൻ സ്വന്തമാക്കിയതിനെ കുറിച്ചും അതിനു മുൻപത്തെ വർഷം കോഡി റോഡ്സിനെ സഹായിച്ചുകൊണ്ട് റോമന്റെ റെയിൻസ് അവസാനിപ്പിച്ചതിനെ കുറിച്ചെല്ലാം തന്നെ സെത്ത് റോളിൻസ് അവിടെ പറയുകയുണ്ടായി. റെസിൽമേനിയ 31 റോമൻ റെയിൻസിന്റെ മെയിൻ ഇവന്റ് മത്സരം താൻ ക്യാഷ് ഇൻ ചെയ്ത് തട്ടിയെടുത്തപ്പോൾ റോമൻ റെയിൻസിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും സെത്ത് റോളിൻസ് ഓർമ്മിപ്പിക്കുകയുണ്ടായി. റെസ്ലിംഗ് ചരിത്രത്തിലെ WWE ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് റോമൻ റെയിൻസ്, അതിനൊരു മാറ്റവുമില്ല. പക്ഷെ റോമനെ ഇതുവരെ സാധിക്കാത്ത ഒരേ ഒരു കാര്യം, ഇത്രയും വർഷമായിട്ടും സാധിക്കാത്ത ഒരേ ഒരു കാര്യം സെത്ത് റോളിൻസിനെ തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഈ കമ്പനിയിലേക്ക് വന്നവരും നമ്മൾ വന്ന സമയത്ത് പഴയ തലമുറയിൽ ഉണ്ടായിരുന്ന പഴയ ലെജൻഡ് റെസ്ലേഴ്സിനെ എല്ലാവരെയും തന്നെ മാറ്റി നിർത്തി പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്തവരാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ കരിയർ ഏറ്റവും തുടക്കത്തിലേക്കല്ല അടുത്ത് നിൽക്കുന്നത്, അവസാനത്തിലേക്കാണ് അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളെപ്പോലെ പുതുതായിട്ട് ഒരു തലമുറ ഇവിടെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ കാത്തിരിക്കുന്നുണ്ട്. മേ ബി നമ്മൾ തമ്മിൽ ഇപ്പോൾ മത്സരിക്കുന്നത് നമ്മുടെ അവസാന പോരാട്ടമായിരിക്കാം, അതായത് അവസാന മത്സരമായിരിക്കും മത്സരിക്കുന്നത്. അതുകൊണ്ട് ഇത് മത്സരിക്കാതിരിക്കരുത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് റോമൻ റെയിൻസിന്റെ മനസ്സിലേക്ക് ഇവർ തമ്മിലുള്ള മത്സരം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു സെത്ത് റോളിൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ റോമൻ റെയിൻസ് മൈക്കെടുത്ത് അടുത്ത കാര്യം പറയുകയുണ്ടായി. എനിക്ക് സെത്ത് റോളിൻസിനെ തോൽപ്പിക്കണമെന്ന് വെറും ഒരു ആഗ്രഹം മാത്രമല്ല ഉള്ളത്, മറിച്ച് തന്റെ കുടുംബത്തിന് വേണ്ടി തനിക്ക് സെത്ത് റോളിൻസിനെ തോൽപ്പിച്ചേ തീരൂ. ഇനി വരാൻ വേണ്ടി പോകുന്ന അടുത്ത വലിയ പേപ്പർ വ്യൂ ആയിട്ടുള്ള സമ്മർ സ്ലാമിൽ വെച്ച് സെത്ത് റോളിൻസിന്റെ വെല്ലുവിളി താൻ സ്വീകരിക്കുന്നുവെന്ന് റോമൻ റെയിൻസ് തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതിനുശേഷം റോമൻ തന്റെ ചാമ്പ്യൻഷിപ്പ് ബെൽറ്റ് ഉയർത്തിപ്പിടിക്കുകയും ഇരുവരും വീണ്ടും പരസ്പരം രൂക്ഷമായി നോക്കി നിൽക്കുകയും ചെയ്യുന്നു. ഒടുവിൽ റോമനും ജേക്കബ് ഫാറ്റും റിംഗിൽ നിന്ന് മടങ്ങുന്നതോടെയാണ്, ഇറങ്ങിപ്പോകുന്നതോടെയാണ് ആ ഒരു റോ എപ്പിസോഡ് അവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും സമ്മർ സ്ലാമിലേക്ക് വേണ്ടിയിട്ട് 2 കിഡിലൻ മാച്ചുകളാണ് ഇന്നത്തെ ഒരൊറ്റ റോ എപ്പിസോഡിലൂടെ കൺഫേം ആയിട്ടുള്ളത്. ഒന്ന് ബ്രോക്ക് ലെസ്നറുടെയും ഓബ ഫെമിയുടെയും ഹെൽ ഇൻ എ സെൽ മാച്ചും 2 റോമൻ റെയിൻസിന്റെയും സെത്ത് റോളിൻസിന്റെയും വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചും. ഇനി അടുത്ത സ്മാക്ഡൗണിൽ അടുത്ത മാച്ചുകളും കൺഫേം ആവുന്നതാണ്. സാമി സെയിന്റെ ഒരു മാച്ച് എന്തായാലും ഉണ്ടായിരിക്കും. സാമി സെയിനെ വേറെ ആരെങ്കിലും തോൽപ്പിക്കും എന്നുള്ളതെല്ലാം തന്നെ കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത സ്മാക്ഡൗൺ വരെ കാത്തിരിക്കാം. ഇനി അടുത്ത ആഴ്ച മറ്റേതെങ്കിലും കിഡിലൻ കഥയുമായിട്ട് ഞാൻ വരാം, കിഡിലൻ സ്റ്റോറിയുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ഗായ്സ്.